ശശീല ടീച്ചർ, ഇപ്പോൾ NIA നടത്തിയ അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. PFIക്ക് അൽ ഖ്വയ്ദ IS ലക്ഷർ ബന്ധമുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട് വലിയ ആസൂത്രണങ്ങൾ തന്നെ ഇവർ നടത്തി. രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ഒക്കെ NIAയുടെ അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. എന്താണ് വിലയിരുത്തൽ ശശീല ടീച്ചർ? ഇത് നമുക്ക് NIA ഇപ്പൊ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൊതുസമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്ന കാര്യമാണ്. കേരളം വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോണത്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഇതിന്റെയൊക്കെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് നമുക്ക് പുത്തരിയല്ല. പലപ്പോഴും അവരിൽ നിന്ന് അത്തരം രേഖകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ ലക്ഷ്യം ഹിന്ദു നേതാക്കളോ ഹിന്ദു സംഘടനയോ അല്ല. അവരുടെ ലക്ഷ്യം ഹിന്ദു സമൂഹമാണ്, ഹിന്ദു മതമാണ്. കാരണം ലോകത്ത് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ശക്തമായ മതബോധമാണ് അവരെ നയിക്കുന്നത്. മറ്റൊരു അനീതിക്കും എതിരെ ഉണ്ടാകുന്ന സംഘടനകളല്ലത്. ജനങ്ങളിൽ തുല്യത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒന്നും ഉണ്ടാക്കുന്ന സംഘടനകളല്ല. ലോകത്തെല്ലായിടത്തും അവരുടെ വിഷയം മതം മാത്രമാണ്. അപ്പൊ ആ മതം മാത്രമാകുമ്പോൾ മറ്റു മതങ്ങൾ എങ്ങനെ ഇല്ലാതാകും? ഞങ്ങളുടേതായ മതം മാത്രം നിലവിൽ വരണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ആരാണോ മറ്റു മതങ്ങൾക്ക് സംരക്ഷകരായി നിൽക്കുന്നത്, അപ്പൊ അവരെ ലക്ഷ്യം വെക്കുന്നത് ആ സമൂഹത്തെയും ആ മതത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വർഷങ്ങളായി ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ മതേതരത്വത്തിന്റെ ബധിരകർണങ്ങളിലാണ് ഇത് പതിച്ചിരുന്നത് എന്നുള്ളത് മാത്രമാണ്. എന്തുമാത്രം തെളിവുകൾ വന്നാലും അവർ ബാലൻസിങ് തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തും. ഈ തൽക്കാലം TV ചർച്ചകളിലോ അല്ലെങ്കിൽ നടക്കുന്ന പ്രസ്താവനകളിലോ മേൽക്കൈ നേടുക എന്നതിനപ്പുറത്ത് രാഷ്ട്രം നീണ്ടു നിലനിൽക്കേണ്ടതാണെന്നും ഇതിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ഇതിന്റെ വൈവിധ്യം നിലനിൽക്കേണ്ടതാണ് നമ്മളിലൊക്കെയുള്ള കടമ എന്നൊന്നുമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയല്ലാതെ ഈ അപ്പാപ്പ പറഞ്ഞു ജയിക്കുക, വോട്ടിനപ്പുറം മറ്റൊന്നും കാണാതെയുള്ള പ്രവർത്തനം നടത്തുക, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭീകരമായ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ശശീല ടീച്ചർ, അതേപോലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ, പ്രത്യേകിച്ചും സമാധാനകാംക്ഷികളായ എല്ലാവരോടും സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കൂടി തീവ്രവാദ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഈ സംഘടന നൽകുന്നു എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലും NIA നടത്തിയിട്ടുണ്ട്. ശശീല ടീച്ചർ, അതും വാസ്തവമാണ്. കാരണം ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകൃഷ്ടരാകാത്ത മുസ്ലിമിനെ അവർക്കും വേണ്ട. നാട്ടിലെല്ലാവരുമായി യോജിച്ചു പോകണമെന്നും അല്ലെങ്കിൽ എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ഇസ്ലാം മതസ്ഥരും അവരുടെ കണ്ണിൽ കരടാണ്. അവരെ ഇല്ലാതാക്കണം. നമുക്ക് നാട്ടിലൊക്കെ തന്നെ ചിന്തിച്ചാൽ അറിയാം, അത്തരക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് ശബ്ദമില്ല. അവർക്ക് ശബ്ദിക്കാൻ ഭയമാണ്. സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഭീകരവാദ പ്രവർത്തനമൊക്കെ തെറ്റാണ്. ഇതിന് ശബ്ദിക്കാൻ അവർക്ക് ഭയമാണ്. കാരണം ശബ്ദിച്ചാൽ അവരൊറ്റപ്പെട്ടു പോകും, അവരിരയാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അവർ ശബ്ദമില്ലാതെ ഒതുങ്ങുന്നു ഇവരെ ഭയന്നുകൊണ്ട്. ആരെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായാൽ അവരെയും ഇവരെ ഇരയാക്കുന്നു എന്നതാണ് സത്യം. തീവ്ര മതബോധത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അഭ്യസ്ത വിദ്യരായ കുട്ടികളെയൊക്കെ തീവ്ര മതബോധത്തിലേക്ക്, നല്ലൊരു ജീവിതം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആധുനികതയോടൊപ്പം നീങ്ങാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ തീവ്ര മതബോധത്തിലേക്ക് കൊണ്ടുപോവുകയും അവർക്കും നാടിനും ദോഷമായി മാറ്റുകയൊക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ നിത്യേന എന്നോണം ചർച്ച ചെയ്തു. പക്ഷെ അതൊന്നും ഒരു വേണ്ടത്ര ഗൗരവത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ഇസ്ലാം സമൂഹമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇവിടെയും അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ സമാധാന കംസികൾ ഇരയാക്കപ്പെടും എന്നതിന് ഒരു സംശയവുമില്ല. അത് ഒരു പക്ഷേ 1921 കലാപത്തിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കലാപത്തിൽ വന്നവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ അതിൽ വരാത്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശബ്ദമില്ല, അവരെ നമ്മളാരും പരിഗണിക്കുന്നില്ല. അന്ന് അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആരാണോ സമാധാനം ആഗ്രഹിച്ചിരുന്നത് അവർ അന്നും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. തീർച്ചയായും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാലത്തും വേട്ടയാടപ്പെടുന്നത് എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശീല ടീച്ചർ ഈ വാർത്തയോട് പ്രതികരിച്ചത്.